Welcome. Let us revise the basics of C++ that we have studied last year. എന്താണ് C++? C++ is a programming language. ഒരു ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് അതിൽ ഉപയോഗിക്കാവുന്ന അക്ഷരങ്ങളെക്കുറിച്ചാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ക്യാരക്ടർ സെറ്റ് എന്ന് അറിയപ്പെടുന്നത്. It is the fundamental unit of a programming language. And it can contain letters, digits, special characters, white space and other ASCII characters. ഇനി എങ്ങനെയാണ് വേർഡ്സ് ഫോം ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വേർഡ്സിന് പകരമായി ഉപയോഗിക്കുന്ന പദമാണ് ടോക്കൺസ്. ഡിഫൈൻ ടോക്കൺസ്. ടോക്കൺസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എത്ര തരം ടോക്കൺസ് ഉണ്ട്? 5. ഏതൊക്കെയാണ്? Keywords, identifiers, literals, operators and punctuators. എന്താണ് keywords? Keywords convey a specific meaning to the language compiler and it is a reserved word. Give some examples. Int, float, char, double, if, else, for, while, switch, etc. എന്താണ് identifiers? Memory locations, സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിന് യൂസർ നൽകുന്ന പേരാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഒരു മെമ്മറി ലൊക്കേഷനൊരു പേര് നൽകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫങ്ഷനൊരു പേര് നൽകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഐഡൻറ്റിഫയർ നെയിമിംഗ് റൂൾസ് എന്നറിയപ്പെടുന്നത്. വാട്ട് ആർ ദി ഐഡൻറ്റിഫയർ നെയിമിംഗ് റൂൾസ്? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ മാത്രമേ ഒരു ഐഡൻറ്റിഫയറിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു ഐഡൻറ്റിഫയർ ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കീവേഡ്സ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. വൈറ്റ് സ്പേസ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതായത് ക്വസ്റ്റ്യൻ മാർക്ക്, കോളൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ആൻഡ് ഫൈനലി C++ ഇസ് കേസ് സെൻസിറ്റീവ്. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പേപ്പറിൽ ഞാൻ പറയുന്നതൊന്ന് എഴുതിയേ. സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് FOR 4. ഇസ് ഇറ്റ് ആൻ ഐഡൻറ്റിഫയർ? അല്ല. കാരണം എന്താണ്? ഇറ്റ് ഈസ് എ കീവേഡ്. ഇനി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് FOR എന്നൊന്ന് എഴുതിയേ. ഇസ് ഇറ്റ് ആൻ ഐഡൻറ്റിഫയർ? യെസ്, ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ. ഇനി ക്യാപിറ്റൽ F, സ്മോൾ ലെറ്റർ OR, ഇതൊരു ഐഡൻറ്റിഫയർ ആണോ? ഇതും ഒരു ഐഡൻറ്റിഫയർ ആണ്. ഓക്കെ. ഇനി നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ടോക്കൺസിനെ വാലിഡ് അല്ലെങ്കിൽ ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് തരംതിരിക്കാം. സം 3. ഇതൊരു വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. ഇഫ് ഇസ് എ കീവേഡ്, അതുകൊണ്ട് ഇത് ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണ്. AVG മാർക്ക് വാലിഡ് ആണോ? അല്ല. കാരണം എന്താ? വൈറ്റ് സ്പേസ് ഉപയോഗിച്ചിട്ടുണ്ട്. വൈറ്റ് സ്പേസ് കനോട്ട് ബി യൂസ്ഡ് എന്നാണ് ഐഡൻറ്റിഫയർ നെയിമിംഗ് റൂൾസിൽ നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഇൻവാലിഡ് ഐഡൻറ്റിഫയർ. മറിച്ച് നമ്മൾ AVG അണ്ടർസ്കോർ മാർക്ക് എന്ന് എഴുതുകയാണെങ്കിലോ ഇറ്റ് ഈസ് എ വാലിഡ് ഐഡൻറ്റിഫയർ. ഇനി 2M, 2 cannot start with a digit, so it is a invalid identifier. K@6 special character cannot be used, so it is an invalid identifier. While, പക്ഷേ ഇവിടെ whileൻ്റെ W is yes capital, അതുകൊണ്ട് it is a identifier. മറിച്ച് നമ്മൾ whileന് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുകയാണെങ്കിലോ it is a keyword, so it is an invalid identifier. അടുത്ത ടോക്കൺ ഏതാണ്? ലിറ്ററൽസ്. ലിറ്ററൽസ് do not change their value during program run. ലിറ്ററൽസിന് പറയുന്ന വേറൊരു പേരെന്താ? കോൺസ്റ്റൻസ്. എത്ര തരം ലിറ്ററൽസ് ഉണ്ട്? 4 തരം ലിറ്ററൽസ്. ഇൻറ്റീജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ് ആൻഡ് സ്ട്രിങ് ലിറ്ററൽസ്. -2, +3 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇൻറ്റീജർ ലിറ്ററൽസ്. -6.7 അല്ലെങ്കിൽ 2.0 എന്നൊക്കെ പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ലിറ്ററൽസ്. എ ക്യാരക്ടർ വിതിൻ സിംഗിൾ കോട്ട്സ്, ഇറ്റ് ഈസ് എ ക്യാരക്ടർ ലിറ്ററൽ. ഇനി ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാലോ ഇറ്റ് ഈസ് എ സ്ട്രിങ് ലിറ്ററൽ. എസ്കേപ്പ് സീക്വൻസസും ക്യാരക്ടർ കോൺസ്റ്റൻസ് തന്നെയാണ്. നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ്കേപ്പ് സീക്വൻസ് യൂസ് ചെയ്യുന്നത്.
\a എന്ന് പറയുന്നത് ഓഡിയബിൾ ബെല്ലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. \n നമ്മളുടെ കീബോർഡിലെ എൻറ്റർ കീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ന്യൂ ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് \n യൂസ് ചെയ്യുന്നത്. \t കീബോർഡിലെ ടാബ് കീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടാബ് എന്ന് പറയുമ്പോൾ എ സെറ്റ് ഓഫ് സ്പേസസ്. Okay, now answer this question. What is the difference between a within single quotes and a within double quotes? A is a variable. A within single quotes is a character literal and a within double quotes represents a string literal. എന്താണ് variable? Variable is nothing but an identifier that represents a memory location. Next token is operators. Operators trigger an operation and it can be classified based on the number of operands used and based on the operation. Based on the number of operands, it is classified as unary operator, binary operator and ternary operator. Unary operator has only one operand. Binary has two operands and ternary has three operands. Conditional operator, അതായത് question mark colon is a ternary operator and based on operation, operators are classified as arithmetic operators, relational operators and logical operators. And the last token is punctuators. It has syntactic and semantic meaning to the language compiler. Opening parenthesis, curly braces, semicolon, comma and hash are a few examples of punctuators. Next topic is data types. It identifies the type of data and associated operations. Data types ne മൂന്നായിട്ട് തരംതിരിക്കാവുന്നതാണ്. Fundamental data types, derived data types and user defined data types. എത്ര fundamental data types ഉണ്ട്? 5. ഏതൊക്കെയാണ്? void, char, int, float and double. ഇതിൽ ചാറും ഇൻറ്റും ഇൻറ്റഗ്രൽ ഡേറ്റ ടൈപ്സിൻ്റെ കീഴിലാണ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. ഫ്ലോട്ടും ഡബിളും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡേറ്റ ടൈപ്സിൻ്റെ കീഴിലും. എന്താണ് വോയിഡ് ഡേറ്റ ടൈപ്പ് സൂചിപ്പിക്കുന്നത്? നത്തിങ്. അപ്പോൾ എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം? 0 ബൈറ്റ്സ് ഓഫ് മെമ്മറി. ചാറിന് 1 ബൈറ്റ് ഓഫ് മെമ്മറിയും ഇൻറ്റിന് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. ഇവിടെ ശ്രദ്ധിക്കണം, GCC കമ്പൈലറിലാണ് ഇൻറ്റ് ഡേറ്റ ടൈപ്പിന് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി ആവശ്യമായിട്ട് വരുന്നത്. ഫ്ലോട്ടിന് 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയും ഡബിളിന് 8 ബൈറ്റ്സ് ഓഫ് മെമ്മറിയുമാണ് GCC കമ്പൈലർ യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഡേറ്റ ടൈപ്പിനെയാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കീഴിൽ വരുന്ന എറേസിനെ കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് ആണ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. ഡേറ്റ ടൈപ്പിൻ്റെ സൈസിലും റേഞ്ചിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. എത്ര ടൈപ്പ് മോഡിഫയേഴ്സ് ഉണ്ട്? 4. ഏതൊക്കെയാണ്? ഷോർട്ട്, ലോങ്, സൈൻഡ് ആൻഡ് അൺസൈൻഡ്. ഷോർട്ടിന് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം? 2 ബൈറ്റ്സ് ഓഫ് മെമ്മറി. സൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ്. ഇൻറ്റ് ബൈ ഡിഫോൾട്ട് സൈൻഡ് ആണോ അൺസൈൻഡ് ആണോ? ഇൻറ്റ് ഈസ് സൈൻഡ് ഡേറ്റ ടൈപ്പ്. എന്താണ് അൺസൈൻഡ് എന്ന് പറയുമ്പോൾ? ഓൺലി പോസിറ്റീവ് നമ്പേഴ്സ് ക്യാൻ ബി represented. Coming to expressions, a plus b is an expression. ഇതിൽ എയും ബിയും ഓപ്പറൻസ് ആണ്, പ്ലസ് ഓപ്പറേറ്ററും. Based on the operators, expressions can be classified into 3: arithmetic expression, relational expression and logical expression. And arithmetic expression is further classified into integer expressions, floating point expressions and constant expressions. Expressions നമുക്ക് എക്സാമ്പിൾസിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാം. If a and b are variables of int data type, p is a variable of float data type and t is of double data type, identify the type of expression. a plus b, ഇവിടെ പ്ലസ് എന്ന് പറയുമ്പോൾ എറിത്മാറ്റിക് ഓപ്പറേറ്റർ ആണ്, അതുകൊണ്ട് എറിത്മാറ്റിക് എക്സ്പ്രഷൻ ആണ്. എയും ബിയും ഇൻറ്റ് ഡേറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ആണ്, അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ ഇൻറ്റീജർ എക്സ്പ്രഷൻ. നെക്സ്റ്റ് ബി പ്ലസ് 10, ബി ഈസ് ഓഫ് ഇൻറ്റ് ഡേറ്റ ടൈപ്പ് ആൻഡ് 10 ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, സോ ഇറ്റ് ഈസ് ആൻ ഇൻറ്റീജർ എക്സ്പ്രഷൻ. ഇനി പി പ്ലസ് ബി എന്നാണെങ്കിൽ പി ഈസ് ഓഫ് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ്, സോ ഇറ്റ് ഈസ് എ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് എക്സ്പ്രഷൻ. ടി ഇൻറ്റു 4, ടീയുടെ ഡേറ്റ ടൈപ്പ് ഡബിൾ ആണ്. ഡബിൾ ഫ്ലോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ?
ഫ്ലോട്ടിലെ 7 ഡിജിറ്റ്സ് ഓഫ് പ്രിസിഷനാണ് യൂസ് ചെയ്യുന്നത്, ഡബിളിലെ 15 ഡിജിറ്റ്സ് ഓഫ് പ്രിസിഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഫ്ലോട്ടിംഗ് പോയിൻ്റ് എക്സ്പ്രഷനാണ്. ഇനി 2 + 5 എന്ന് പറയുമ്പോൾ 2 is a constant, 5 is a constant, plus is an arithmetic operator. So it is a constant expression. Constant expressions result in constant values. അടുത്തത് a less than 6. ഇവിടെ ലെസ് ദാൻ റിലേഷണൽ ഓപ്പറേറ്റർ ആണ്, അതുകൊണ്ട് ഇത് റിലേഷണൽ എക്സ്പ്രഷൻ ആണ്. അടുത്ത എക്സ്പ്രഷൻ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആൻഡ് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. ഈ എക്സ്പ്രഷനിൽ നമ്മൾ a എന്ന് പറയുന്ന വേരിയബിൾ 5ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ളൊരു വാല്യൂ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. എ റേഞ്ച് ഓഫ് വാല്യൂസ് ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പ്രഷനാണ്. ഇവിടെ ആൻഡ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ആണ്, അതുകൊണ്ട് ഇത് ലോജിക്കൽ എക്സ്പ്രഷനാണ്. അടുത്ത എക്സ്പ്രഷൻ a ലെസ് ദാൻ 5 ഓർ 20 ലെസ് ദാൻ a. ഇവിടെ നമ്മൾ ഔട്ട് ഓഫ് റേഞ്ച് ആണ് ചെക്ക് ചെയ്യുന്നത്. a 5ൻ്റെയും 20ൻ്റെയും പുറമേ ഉള്ള ഒരു നമ്പറാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊരു ലോജിക്കൽ എക്സ്പ്രഷനാണ്. ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, അതായത് വിലയിരുത്തുമ്പോൾ ഓപ്പറേറ്റർ പ്രിസിഡൻസ് അപ്ലൈ ചെയ്യണം. പാരാന്തസിസിനാണ് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ടാണ് നോട്ട്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, യൂണറി പ്ലസ്, യൂണറി മൈനസ്, സൈസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രിസിഡൻസിലാണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ് ഓപ്പറേറ്റർ വരുന്നത്. ഒരു എക്സ്പ്രഷനിൽ ഈ 3 ഓപ്പറേറ്റേഴ്സും ഉണ്ടെങ്കിൽ ഏതാണ് ഏറ്റവും ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ആ എക്സ്പ്രഷനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റീഡ് ചെയ്യുന്നു, ഏറ്റവും ആദ്യം വരുന്ന ഓപ്പറേറ്റർ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന ഓപ്പറേറ്റർ അതിന് ശേഷം, അങ്ങനെ. അതിനെയാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേറ്റിവിറ്റി ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രിസിഡൻസിലാണ് എഡീഷനും സബ്ട്രാക്ഷനും പെർഫോം ചെയ്യേണ്ടത്. അതായത് എഡീഷനും സബ്ട്രാക്ഷനും സെയിം പ്രിസിഡൻസ് ആണ്. ലെഫ്റ്റിൽ ഏത് ഓപ്പറേറ്ററാണ് ആദ്യം വരുന്നത് അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് റിലേഷണൽ ഓപ്പറേറ്റർ ലെസ് ദാൻ, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വരുന്നത്. നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രിസിഡൻസിലാണ് ഈക്വാലിറ്റി ആൻഡ് നോട്ട് ഈക്വാലിറ്റി. അതും കഴിഞ്ഞാണ് ലോജിക്കൽ ആൻഡ് ചെയ്യേണ്ടത്. അതും കഴിഞ്ഞിട്ടാണ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രിസിഡൻസിലാണ് അസൈൻമെൻറ്റ് ആൻഡ് എറിത്മാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ആൻഡ് ഫൈനലി ദ കൊമ സെപ്പറേറ്റർ. ഇവിടെ അസൈൻമെൻറ്റ് ആൻഡ് എറിത്മാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ അസോസിയേറ്റിവിറ്റി ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അതായത് x = y = 10 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ 10 ആദ്യം വൈയിലേക്ക് അസൈൻ ചെയ്യപ്പെടുന്നു, അത് കഴിഞ്ഞിട്ട് വൈയിലുള്ള വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്യപ്പെടുന്നു. ഡേറ്റ ടൈപ്പ് കൺവേർഷൻ ക്യാൻ ബി ഡൺ ഇൻ 2 ways: implicit type conversion and explicit type conversion. Implicit type conversion ആണ് ടൈപ്പ് പ്രൊമോഷൻ. ഇവിടെ കമ്പൈലർ തന്നെ ഓട്ടോമാറ്റിക്കലി ലോവർ ഡേറ്റ ടൈപ്പിലുള്ള ഡേറ്റാസിനെ ഹയർ ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ടൈപ്പ് കാസ്റ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ പ്രോഗ്രാമർ ഒരു ഡേറ്റ ടൈപ്പിനെ വേറൊരു ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടൈപ്പ് പ്രൊമോഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ വേരിയബിളാണ്. അതിൽ 7 എന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആൻഡ് പി ഈസ് ഓഫ് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ്. സ്റ്റേറ്റ്മെൻറ്റ് a = a / 2.0ലെ എ എന്ന് പറയുന്ന ഇൻറ്റീജർ വാല്യൂവിനെ 2.0 എന്ന ഫ്ലോട്ട് വാല്യൂ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി എനെ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 3.5. പക്ഷേ എ ഈസ് ഓഫ് ഇൻറ്റ് ഡേറ്റ ടൈപ്പ്. 3.5നെ എയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ 3 എന്ന ഇൻറ്റീജർ പാർട്ട് മാത്രമേ എയിൽ സ്റ്റോർ ചെയ്യപ്പെടുകയുള്ളൂ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലും a / 2.0 ചെയ്യുമ്പോൾ 3.5 തന്നെയാണ് കിട്ടുക. ബട്ട് ഇറ്റ് ഈസ് അസൈൻഡ് ടു പി. പിയുടെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഫ്ലോട്ട്. അതുകൊണ്ട് 3.5 ആണ് പിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലെ a / 2. a ഈസ് ഓഫ് ഇൻറ്റ് ഡേറ്റ ടൈപ്പ് ആൻഡ് 2 ഈസ് എൻ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്. Int by int will result in an integer value. 7/2 = 3. But it is stored in a float variable. So 3 will be converted to 3.0. Integer divisionൽ the value is being truncated. 0.5 നഷ്ടപ്പെട്ടില്ലേ? ഇത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടൈപ്പ് കാസ്റ്റിംഗ് പെർഫോം ചെയ്യണം. ഒന്നെങ്കിൽ 2നെ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പിലേക്ക് കാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനെ ഫ്ലോട്ട് ഡേറ്റ ടൈപ്പിലേക്ക് കാസ്റ്റ് ചെയ്യാം. In the next class, we will review the topics statements in C++, structure of C++, and control statements.